സവോള ഇത് ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു പകുതി മൂത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചത് അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് ചുവന്ന കളറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് തക്കാളി അരച്ച് വെച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരുപാട് നേരം വഴറ്റിയിട്ട് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി വറുത്ത് പൊടിച്ചതാണ്. അതും കൂടെ ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റി കളർ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മളിത് കുറുമയാണ്. കുറുമയ്ക്ക് ചെറുതായിട്ടൊരു പച്ചമണമാണ് ആവശ്യം. അപ്പോൾ ചെറുതായിട്ട് മാത്രം നമുക്കൊന്ന് വഴറ്റി എടുക്കാം. കൂടുതൽ ഡ്രൈ ആവുകയാണെന്ന് വെച്ചാൽ നമുക്ക് സ്വല്പം ചുടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. കാരണം ഇത് വറുത്തരച്ച കറി അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ മസാല ഒരുപാട് ചുവന്ന കളറായാൽ നമ്മുടെ കുറുമയുടെ ഭംഗി പോകും. അപ്പോൾ നമ്മൾ
ഉപ്പ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് അതിന് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാനിത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു മിനിറ്റ് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് തിള വരുന്നത് വരെ നമുക്ക് നമ്മുടെ പാടത്തിൻ്റെ ഭാഗത്തുനിന്ന് പോയി നോക്കാം. നല്ല സീനറിയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. എൻ്റെ വീടിനോട് തൊട്ട് ചേർന്ന ഒരു പാടമാണ്. അതവിടെ അത്യാവശ്യത്തിന് കൃഷിപ്പണി ഉള്ളതുകൊണ്ട് ഇപ്പോൾ മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണിത്. അതുകൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടാലറിയാം. സുന്ദരമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണിത്. ഏറ്റവും കോമ്പിനേഷൻ നമുക്ക് നമ്മുടെ നാടൻ പൊറോട്ട തന്നെയാണ്. പൊറോട്ടയുടെ കൂടെ ഈ കുറുമ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പൊറോട്ട ചോദിച്ചു വാങ്ങും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഈ കുറുമ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.